ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്. എഞ്ചിൻ ഓയിലേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 3500 കിലോമീറ്ററിൽ കൂടുതൽ ഓടിയുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ നടത്തി വിടേണ്ടി വരും. നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടറും പ്ലഗും മാറ്റേണ്ട ടൈമാണ് കേട്ടോ. കാരണം എയർ ഫിൽട്ടർ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്, ഈ ഒരു ഷെയ്ഡിലേക്ക് മാറി. പ്ലഗും ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ പോയിൻ്റൊക്കെ വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് സർവീസിൻ്റെ പർപ്പസിന് വേണ്ടി അയച്ചാനാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അയച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ട പാർട്ട് ഗ്രീസ് ചെയ്യുക, അതിന് വേണ്ടി അയച്ചാനാണ്. അപ്പോൾ ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് തന്നെയാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഹെഡ് കവർ ഗ്യാസ്കറ്റൊന്നും വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും ചെക്ക് ചെയ്ത് നല്ലൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്നും അഴിക്കുന്നില്ല. നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. തന്നെയല്ല ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. കാരണം ഇപ്പോൾ എൻ്റെ വണ്ടികളുടെ ഒട്ടുമിക്ക ഇതിൻ്റെയും പഴയ മോഡൽ വണ്ടിക്ക് പെട്രോളിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓവർഫ്ലോ മിസ്സിങ് കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഈ വണ്ടിക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അഴിച്ചാൽ മതി. എന്തായാലും കാണിക്കും, കുറച്ച് വൈകിയാണെങ്കിലും കാണിക്കും കംപ്ലയിൻറ്റ്. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. വോൾട്ടൊക്കെ 13.20 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ലൈനറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാമറ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലഗിൻ്റെ കേസും കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റി വിടാം കേട്ടോ. കാരണം പ്ലഗും അത്യാവശ്യം നല്ല രീതിയിൽ ത്രെഡ് ടൈറ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല അതിൻ്റെ പോയിൻ്റ് ഒരുവിധം ആയിട്ടുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഇത് മതി. എഞ്ചിൻ ഓയിലേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 3500 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 3000-ലാണ് ഓയിൽ മാറേണ്ടത്. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ഓയിലടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.